തീർച്ചയായിട്ടും ഞാൻ ഇതിനെ അല്പം വ്യത്യസ്തമായിട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചരിത്രം എന്നുള്ളത് 1948 മുതൽ തുടങ്ങുന്നതാണ്, ഈ ഇസ്രായേൽ പലസ്തീൻ എന്നത്. അതും ഇന്നത്തെ സാഹചര്യം 1948 ഇന്നും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്നത്, അറബ് ലോകത്ത് വന്ന ഏറ്റവും വലിയ മാറ്റം എന്നത് അവരുടെ ഈ ഓയിലിന്റെ ബാർഗെയിനിങ് കപ്പാസിറ്റി സബ്സ്റ്റാൻഷ്യലി കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് അറബ് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് ഈ രാജ്യങ്ങളിലെല്ലാം കാണാവുന്നതാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ എന്നുള്ള രാജ്യങ്ങളിലെല്ലാം കാണുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പലസ്തീൻ കോസിനെ വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്തിരുന്ന അറബ് ലോകം ഇപ്പോൾ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇവരുടെ ഈ ഓയിൽ ബാർഗെയിനിങ് കപ്പാസിറ്റി സബ്സ്റ്റാൻഷ്യലി കം ഡൗൺ. ഇതാണ് ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ റിഫ്ലക്ഷൻസ് ആയിട്ടാണ് ഇപ്പം എന്തുകൊണ്ട് ഇസ്രായേൽ ഈ പലസ്തീൻ പ്രശ്നം വീണ്ടും 2023 വന്നു എന്നുള്ളൊരു ഉത്തരം ഇത് തന്നെയാണ്. ഇതിന്റെ തന്നെ മറ്റൊരു സൈഡാണ് ഈ എബ്രഹാമിക് അക്കോർഡ് എല്ലാം. ഇപ്പം സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ എബ്രഹാമിക് അക്കോർഡ് സൈൻ ചെയ്യാൻ തയ്യാറായി വരുന്നതിനുള്ള കാരണവും ഇത് തന്നെയാണ്. അവർക്കറിയാം, ദേ നോ ദ ഫാക്ട് ദാറ്റ് ദെയർ ബാർഗൈനിങ് കപ്പാസിറ്റി ഹസ് സബ്സ്റ്റാൻഷ്യലി കം ഡൗൺ. ഇത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പ്രശ്നത്തെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇപ്പം രാജേഷ് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രണ്ട് രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതിനകത്ത് നിലനിന്നുണ്ടായിരുന്നു. ആ കൺസെപ്റ്റിൽ നിന്നും ലോകം ഒരുപാട് പോയിട്ടുണ്ട്. അത് ഈ പലസ്തീൻ കോസിനെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് എന്ത് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1998 ഇന്ത്യ പിന്നെ പൊക്രാനിൽ പൊട്ടിച്ച സമയത്ത് ഇന്ത്യക്ക് എതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ അടക്കമുള്ള എല്ലാ പദ്ധതികളെയും അട്ടിമറിക്കുകയും ചെയ്ത അതേ അമേരിക്കയാണ് 2004 ഇന്ത്യയുമായിട്ട് പിന്നെ ഒപ്പിടുന്നതും പിന്നെ 2024 ആകുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദം കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് കൃത്യമായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് ലോകത്തിലെ പല മേഖലകളിലും അവരുടെ ഇൻഫ്ലുവൻസ് അവർ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം 40 രാജ്യങ്ങൾ ചേർന്ന് യുദ്ധം ചെയ്യുകയും അവസാനം ഒരാളുടെയും ഇതില്ലാതെ താലിബാന് വിട്ടുകൊടുത്തുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ഒരു വെടിനിർത്തൽ എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഒരു ലോങ് ടേമില് ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമായിട്ട് എനിക്കിത് തോന്നുന്നില്ല.